ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആക്റ്റീവ 125 2025 മോഡലിലാണ്. നിങ്ങൾ കണ്ടിട്ട് വരൂ. ഗൈസ്, അപ്പം നിങ്ങളെല്ലാവരും വണ്ടി കണ്ടല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഹോണ്ട എക്സ്ട്രാ കൊണ്ടുവന്നിരിക്കുന്ന ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. കൊള്ളാം. എക്സ്പെഷ്യലി ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഡിജിറ്റൽ മീറ്ററാണ്. ഈ 2025 വന്ന ഡിജിറ്റൽ മീറ്ററാണ്. ഈ ഡിജിറ്റൽ മീറ്ററിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം. പിന്നെ എക്സ്ട്രാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഈ ഫോർക്കിൻ്റെ ഇവിടുത്തെ ഈ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സിൽവർ മെറ്റാലിക് കളറായിരുന്നു, അതിപ്പം ഫുൾ ബ്ലാക്ക് കളറിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന ഈ ഹാൻഡിലിൻ്റെ കളറും മാറ്റിയിട്ടുണ്ട്. സിൽവറിൽ നിന്നും ഫുൾ ലൈറ്റ് ഡാർക്ക് ഗ്രേ ആക്കിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ്, വണ്ടി ഫുള്ള് ഈ ഭാഗത്തെ കളർ ഫുള്ള് കഴിഞ്ഞ വർഷത്തെ വണ്ടികളിലെല്ലാം ബ്ലാക്ക് ആയിരുന്നു. ഇപ്രാവശ്യം ഫുൾ ബ്രൗൺ ആയിട്ടുണ്ട്, സീറ്റ് ഉൾപ്പെടെ. പിന്നെ ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനൊരു പുതിയ ഡിസൈൻ. പിന്നെ ലാമ്പ് LED ഹെഡ് ലാമ്പാണ്. പിന്നെ വണ്ടിയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ കഴിഞ്ഞ വർഷത്തെ കളറുകളെല്ലാം മറ്റൊരു ലൈറ്റ് സിൽവർ കളറായിരുന്നു. ഇപ്പോൾ അത് ബ്ലാക്ക് കളറിലേക്ക് ഈ കളർ ചേഞ്ചിങ് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ബോഡി ഫുള്ള് ഫൈബർ ആക്കിയിട്ടുണ്ട്. പിന്നെ ബോഡി മുമ്പത്തെ വണ്ടിയേക്കാളും ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. പിന്നുള്ളൊരു മാറ്റമെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഈ ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. വണ്ടിയിൽ ഇത് C-to-C ചാർജർ പോർട്ടാണ്. പിന്നെ ഈ ഡിജിറ്റൽ മീറ്ററിനുള്ള ജോയിസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത്രയാണ് ഈ വണ്ടിയിലെ മെയിനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ വണ്ടികളിലെല്ലാം ഇവിടെ ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് ഇതായിരുന്നു. ഇതിപ്പോൾ ഓപ്പൺ ആണ് ഫുള്ളായിട്ട്. കാരണം ഇവിടെ ഒരു ചാർജിങ് പോർട്ട് വന്നതുകൊണ്ടാണ് ആയിരിക്കാം. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഇവിടെ മുമ്പ് ഈ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം തൊട്ട് താഴോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. അതേ ഉള്ളൂ വണ്ടിയിലുള്ള ഒരു ഡൗട്ട്. പിന്നെ ഫുൾ അലോയി കഴിഞ്ഞ വർഷത്തെ ആക്റ്റീവ പോലെ തന്നെ. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വണ്ടിയിലെ കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വണ്ടിയും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.